ഒരു യുവതി കൊല്ലപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവൾ മരിച്ചിരുന്നു. അത് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു. ഉത്തരവാദി സ്വന്തം മാതാപിതാക്കൾ. മകളെ കൊന്നത് അച്ഛൻ ശ്വാസം മുട്ടിച്ച്. ഉത്തർപ്രദേശിലെ സോനഭദ്രയിൽ അവിടെയാണ് 6 ദിവസം മുമ്പ് മരിച്ച നിലയിൽ ഒരു 19 വയസ്സുകാരിയെ കണ്ടെത്തുന്നത്. വീട്ടുകാർക്കൊപ്പം കിടന്ന് ഉറങ്ങിയതാണ് ആർത്തി എന്ന ആ പെൺകുട്ടി. തിങ്കളാഴ്ച രാവിലെ പക്ഷേ അവൾ ഉണർന്നില്ല. മഹുവാൻ എന്ന ഗ്രാമം, അവിടെയാണ് ആ വീട്. മകൾ ഉണർന്നില്ല, മരിച്ച നിലയിൽ ആണ് എന്ന പരാതിയുമായി അച്ഛൻ രാംലഖൻ ഗോരാവാൽ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തി പരാതി നൽകി. ഉണർത്താൻ ശ്രമിച്ചപ്പോൾ കഴുത്തിൽ പാടുകൾ കണ്ടുവെന്നും അത് സംശയകരമാണെന്നും മാതാപിതാക്കൾ പോലീസിനെ അറിയിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള 2 യുവാക്കളെ സംശയമുണ്ടെന്നും ഇയാൾ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ, പോലീസിനെ അറിയിച്ചു. ഇവർ വീടിനുള്ളിൽ കയറി അതിക്രമങ്ങളൊക്കെ നടത്തിയിരുന്നുവെന്നുമൊക്കെ ആ പരാതിയുടെ ഭാഗമായി ഇയാൾ പറഞ്ഞിരുന്നു. പരാതിയിൽ അവരുടെ പേരും പരാമർശിച്ചു. പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞുകൊണ്ടാണ് ആ അച്ഛൻ നിന്നത്. അങ്ങനെ പോലീസ് ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി അന്വേഷണത്തിനിറങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും കിട്ടിയപ്പോൾ പോലീസിന് അത്ഭുതമായി. ഒരു കാര്യം വ്യക്തമായിരുന്നു, ആ കൊല നടത്തിയത് പുറത്തു നിന്ന് വന്ന ആരുമല്ല, ആ വീട്ടിനുള്ളവർ തന്നെ ആണ്. മൊബൈൽ ലൊക്കേഷനിലെ വിവരങ്ങൾ, CCTV ഇവയൊക്കെ പരിശോധിച്ചാണ് ആ വീട്ടിലേക്ക് ആരും എത്തിയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണം കൂടുതൽ വിപുലീകരിച്ചു. പരിശോധനയിലൊടുവിൽ വ്യക്തമായി ആ അച്ഛൻ തന്നെയാണ് കഴുത്തു ഞെരിച്ച് ആ പെൺകുട്ടിയെ കൊന്നതെന്ന്. അമ്മ കൃഷ്ണാവതി, അവർക്കുമുണ്ട് കൊലപാതകത്തിൽ പങ്ക്. മറ്റുള്ള പേരുകൾ, അതായത് ആ ഗ്രാമത്തിലെ മറ്റ് 2 യുവാക്കളുടെ പേരുകൾ പറഞ്ഞ് ഈ കേസ് വഴിതിരിക്കാനാണ് അച്ഛൻ രാംലഖനും ഈ സ്ക്രീനിൽ കാണുന്ന അമ്മ കൃഷ്ണവതിയും ശ്രമിച്ചതെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തു. തുടർച്ചയായ ചോദ്യം ചെയ്യലിലാണ് അച്ഛൻ കുറ്റം സമ്മതിച്ചത്. ആ പെൺകുട്ടിയുടെ സ്കാർഫ് കൊണ്ട് കഴുത്ത് മുറുക്കിയായിരുന്നു കൊലപാതകം. സ്വന്തം ഭാര്യ, അതായത് ആ പെൺകുട്ടിയുടെ അമ്മ കൃഷ്ണവതിയും കൊലയിൽ സഹായിച്ചുവെന്ന് ഒടുവിൽ പിന്നീട് പോലീസിനോട് ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഏതാണ്ട് പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിലായിരുന്നു ആ അരും കൊലപാതകം. ഇനി എന്താണ് കൊലപാതകത്തിനുള്ള കാരണം? ബ്രിജേഷ് എന്നൊരു ചെറുപ്പക്കാരനുമായി ഈ ആർത്തി പ്രണയത്തിലായിരുന്നു. അവനോടൊപ്പം ജീവിക്കണമെന്ന് അവൾ പലപ്പോഴും നിർബന്ധം പിടിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മിർസാപൂരിൽ നിന്നുള്ള ഒരു വ്യക്തിയുമായി വീട്ടുകാർ വിവാഹമുറപ്പിക്കുന്നത്. സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചു ആ പെൺകുട്ടി. അതിൽ അവർ കുപിതരായി. 2 പേരും ചെന്ന് ആ അമ്മയും അച്ഛനും ചേർന്ന് ആ പെൺകുട്ടിയെ കൊന്നു. പോലീസ് പറയുന്നു കേൾക്കാം. 5 जनवरी 2026 को थाना घोरावल पर हत्या की धाराओं में एक मुकदमा पंजीकृत किया गया था। इस मुकदमे के वादी रामलखन और उसकी पत्नी कृष्णावती के द्वारा गांव के ही रहने वाले 2 लड़के ब्रजेश और लहरी के ऊपर शक जाहिर किया गया था कि उनके द्वारा उनकी पुत्री की गला घोंट करके हत्या कर दी गई। जब इस मामले की तफ्तीश की गई, गहराई से छानबीन की गई, तो यह तथ्य प्रकाश में आया कि उक्त दोनों 22वां अभियुक्त अर्थात ब्रजेश और लहरी, ये दोनों मृतका आरती से काफी लंबे समय से बातचीत करते रहे हैं। ब्रजेश और आरती आपस में प्रेम करते थे। ब्रजेश और आरती का परस्पर विवाह करने का भी इरादा था। आरती ब्रजेश के साथ ही रहना चाहती थी, परंतु आरती के पिता रामलखन को और उसकी पत्नी कृष्णावती को यह बातें पसंद नहीं आई। उनके द्वारा उसकी मर्जी के विरुद्ध मिर्जापुर में उसकी शादी भी तय की गई, परंतु आरती के द्वारा उसे मना कर दिया गया। इन्हीं बातों से क्रुद्ध होकर के दिनांक 5/1/26 से दिनांक 4 और 5 की रात्रि में इनके द्वारा अपनी पुत्री की गला दबा करके उसी के दुपट्टे से हत्या कर दी गई और यह हत्या का स्थान इनका पुराना पक्का मकान था। അവളുടെ കാമുകിന്റെ പേരാണ് ആ പരാതിയിൽ പറഞ്ഞിരുന്നത്. മറ്റുള്ള ചെറുപ്പക്കാരുമായി അവൾ സംസാരിക്കുന്നതിലും ഈ മാതാപിതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ലഹരി എന്ന ചെറുപ്പക്കാരനായിരുന്നു രണ്ടാമൻ. ആ 2 പേരെ കേസിൽ എങ്ങനെയും കൊടുക്കുക എന്നതായിരുന്നു ആ അച്ഛന്റെയും ആ അമ്മയുടെയും ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. जो कि गांव के अंदर था। उसके पश्चात
जिन दो लोगों से यह लगातार बात करती थी अर्थात ब्रजेश और लहरी, इन दोनों को फंसाने के उद्देश्य से मृतका को ला करके अपने मड़ई वाले घर में ला करके लिटा दिया गया और सुबह इस चीज का आरोप लगाया गया कि उक्त दोनों बाइस्तवा अभियुक्तों के द्वारा इनकी पुत्री की हत्या कर दी, जबकि वास्तविक रूप से वादी रामलखन ही और उसकी पत्नी कृष्णावती के द्वारा ही इनकी गला दबाकर हत्या। इन्हीं प्रामाणिक साक्ष्यों के आधार पर आज अभियुक्त रामलखन और उसकी पत्नी कृष्णावती का धारा 103(1) BNS, 238 BNS एवं 3(5) BNS के अंतर्गत माननीय न्यायालय चालान किया गया और इस मामले का सफल अनावरण किया गया। നേരത്തെ ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു ഈ രാംലഖൻ എന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ. എന്നാലും ആ പെൺകുട്ടി ഏറെ നേരം ഈ ബ്രിജേഷുമായും ഒപ്പം ലഹരി എന്ന അവൻ്റെ സുഹൃത്തുമായും സംസാരിച്ചിരുന്നതൊക്കെ ആ രാത്രി പ്രകോപനമായി എന്നാണ് പറയുന്നത്. കാരണം തൊട്ടു മുമ്പാണല്ലോ അവളുടെ വിവാഹം ആ മാതാപിതാക്കൾ അവളുടെ അനുവാദമില്ലാതെ ഉറപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.